ഒരിക്കൽ 3 കുട്ടികൾ ഒരു പുഴയിൽ യാത്ര ചെയ്യാനായി ഒരു തോണിയിൽ കയറി. ആ തോണിയെ നിയന്ത്രിക്കുന്ന തോണിക്കാരനെ അവർ നിസ്സാരപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. ഹൽ തഅരിഫു ഇൽമൽ ഹിസാബ്, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് അഥവാ ഗണിതശാസ്ത്രം അറിയാമോ എന്ന്. ആ പാവപ്പെട്ട തോണിക്കാരൻ നിഷ്കളങ്കനായി പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല എന്ന്. അപ്പോൾ ആ കുട്ടികൾ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു ചോദ്യം ആവർത്തിച്ചു, ഹൽ തഅരിഫുൽ ജോഗ്രാഫിയ, നിങ്ങൾക്ക് ജിയോഗ്രഫി അറിയുമോ എന്ന്. അപ്പോൾ ആ തോണിക്കാരൻ വളരെ വിനയത്തോടെ പറഞ്ഞു, ഇല്ല എന്ന്. അപ്പോൾ ആ കുട്ടികൾ, ഇവൻ ഖദ് ളയ്യഅത നിസ്ഫ ഹയാതിക്, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പകുതി ഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് അവർ പറഞ്ഞു. വീണ്ടും അവർ ചോദ്യം ആവർത്തിച്ചു, ഹൽ തഅരിഫു ഇൽമൽ ഫലക്, നിങ്ങൾക്ക് ആസ്ട്രോണമി അഥവാ ഖഗോളശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ തോണിക്കാരൻ വളരെ നിഷ്കളങ്കനായിക്കൊണ്ട് മറുപടി പറഞ്ഞു, ഇല്ല, എനിക്കറിയില്ല. അപ്പോൾ ആ കുട്ടികൾ ചിരിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് പ്രതികരിച്ചു, ഇവൻ ഖദ് ളയ്യഅത സുലുസൈ ഹയാതിക്, നിങ്ങളുടെ ജീവിതത്തിലെ 2/3 ഭാഗവും നഷ്ടപ്പെട്ടു പോയി എന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ശക്തമായ കാറ്റ് അവിടെ അടിച്ചു വീശുന്നത്. ആ അടിച്ചു വീശുന്ന കാറ്റിൻ്റെ ആധിക്യം കാരണം ആ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയുലയാൻ തുടങ്ങി. വെള്ളത്തിലേക്ക് അത് മറിയാനായപ്പോഴേക്കും എല്ലാവരും ആ തോണിയിൽ പേടിച്ചു വിറച്ചു. അപ്പോഴാണ് ആ തോണിക്കാരൻ ആ കുട്ടികളോട് ചോദിക്കുന്നത്, അല്ല മക്കളെ, നിങ്ങൾക്ക് നീന്താൻ അറിയുമോ എന്ന്. അപ്പോൾ ആ കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്കറിയില്ല എന്ന്. അപ്പോൾ ആ തോണിക്കാരൻ പറഞ്ഞു, ഇവൻ ഖദ് ളയ്യഅതുമുൽ ഹയാത കുല്ലഹ, എന്നാൽ നിങ്ങളുടെ ജീവിതം മുഴുവനും നഷ്ടപ്പെട്ടു പോയി എന്ന് അദ്ദേഹം പറയുകയാണ്. ഈ ഒരു സ്റ്റോറിയുടെ ഐബറ അല്ലെങ്കിൽ വാല്യൂ എന്താണെന്ന് വെച്ചാൽ, ലികുല്ലി ഇൽമിൻ ഫളൽ, ഓരോ അറിവിനും അതിൻ്റേതായ മഹത്വമുണ്ട്. അതുകൊണ്ട് നമ്മളൊരു അറിവിനെയോ അല്ലെങ്കിൽ തൊഴിലിനെയോ നിസ്സാരപ്പെടുത്താൻ പാടില്ല എന്നാണ്. If you enjoyed this video, please don't forget to like, comment and subscribe to our channel for more videos. Stay tuned and subscribe.